ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് മോമോസ് ഉണ്ടാക്കാം. ഈ മോമോസ് ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ 3 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും നല്ല ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മോമോസിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചെറുതായിട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. ഇനി ഇതൊരു 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്ത് വാട്ടിയെടുക്കാം. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെയും മസാലയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. സ്റ്റവ് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മോമോസിന് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് പരത്തിയെടുക്കണം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിലൊരു പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ വെച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂരികളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കി എല്ലാ വശവും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തടവി ഓരോ മോമോസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തതാണിത്. ഇപ്പോൾ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ എഗ് മോമോസ് എല്ലാവരും ട്രൈ ചെയ്യുക. Thanks for watching.